ഇത് 2010 ഓൾട്ടോ LXi ആണ്. 30 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഇത് കിലോമീറ്റർ 15 ഓടി. ഇത് 2017 മോഡൽ സ്വിഫ്റ്റ് LXi ഓപ്ഷണലാണ്. നിലവിൽ വെഹിക്കിൾ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 30,000. സിംഗിൾ ഓണർഷിപ്പാണ്. 2017 മോഡലാണ്. കിലോമീറ്റർ ജെന്യൂൻ ആണ്. ബലാന ഡെൽറ്റ 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ്. 51,000 കിലോമീറ്ററാണ് വെഹിക്കിൾ ഓടിയിരിക്കുന്നത്. എക്സ്പ്രസോ VXi 2019 മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. 41,000 കിലോമീറ്റർ ഓടിയത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിൽ തൈക്കാട് എന്ന് പറയുന്ന ഭാഗത്ത് പോലീസ് സ്റ്റേഷൻ്റെ ഗ്രൗണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന പോപ്പുലർ യൂസ്ഡ് കാസിലാണ് നമ്മൾ വന്നേക്കുന്നത്. അത്യാവശ്യം ഒരു മേളയെല്ലാം ബേസ് ചെയ്താണ് പറയുന്നത്. നാളെ മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ തുടങ്ങാൻ പോകുന്ന മേളയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നല്ല വണ്ടികൾ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് കാണിച്ച് തരികയും കൂടി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണെന്ന് സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത്യാവശ്യം നല്ല ഓഫറുകളോടുകൂടിയാണ് കൊടുക്കുന്നത്. ഓഫർ മറ്റ് വിശദ വിവരങ്ങളൊക്കെ എന്തോന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാകാം. സജീവണ, നമസ്കാരം. നമസ്കാരം. പുതിയ മേളയുടെ കാര്യം അറിഞ്ഞിട്ട് വരികയാണ്. ഓക്കെ. അപ്പം എത്രാം തീയതി തൊട്ടാണ് നമ്മുടെ മേള, എന്തൊക്കെയാണ് ഈ മേള ബേസ് ചെയ്ത് കൊടുക്കാൻ പോകുന്ന ഓഫറുകൾ, അതേപോലെ ഏതൊക്കെ ഡേറ്റിനാണ് ഈ പരിപാടി നടക്കാൻ പോകുന്നത് എന്നുള്ളതും കൂടി പറഞ്ഞു. ഓക്കെ. നമ്മുടെ മേള വരുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിലാണ്. ഡേറ്റ് കൂടി പറഞ്ഞു. ഡേറ്റ് 23, 24, 25 തീയതികളിൽ. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൈക്കാട് പോലീസ് ഗ്രൗണ്ടിന് ഓപ്പോസിറ്റ് പോപ്പുലർ ട്രൂ വാല്യൂ. എന്താണ് ഈ ഓഫർ എന്ന് പറഞ്ഞാൽ? കാരണം ഞാൻ വന്നപ്പോഴേ പറയുന്നത് കേട്ടു, 3-4 സംഭവങ്ങൾ പറഞ്ഞു കേട്ടു. അതൊന്ന് വിശദീകരിച്ചു. മെയിനായിട്ട് നമ്മുടെ സ്റ്റോക്ക് ക്ലിയറൻസ് ആണ് സെയിൽ. ഓഫർ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ 10,000 വരെ ഡിസ്കൗണ്ട്, ഓരോ വെഹിക്കിളിനും 10,000 ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. പിന്നെ അഡീഷണൽ ആക്സറീസ് ഓഫർ നൽകുന്നുണ്ട്. പിന്നെ സെലക്റ്റീവ് മോഡൽസ് ആയ വെഹിക്കിൾസിന് 10 ലിറ്റർ പെട്രോൾ ഓഫറായിട്ട് നൽകുന്നുണ്ട്. ഓക്കെ. പിന്നെ അഡീഷണലായിട്ട് നമ്മുടെ മാരുതി വെഹിക്കിൾസിന് 2019 മുതലുള്ള വെഹിക്കിൾസിന് 20 മോഡൽസിന് 6 മാസം മുതൽ 1 വർഷം വരെ വാറണ്ടി, 3 ഫ്രീ സർവീസും നൽകുന്നു. 3 ഫ്രീ സർവീസും കൊടുക്കുന്നുണ്ട്. പിന്നെ അഡീഷണൽ 2017 മുതലുള്ള മാരുതി വെഹിക്കിൾ അല്ലാത്ത വെഹിക്കിൾസിനും പോപ്പുലർ വാറണ്ടി, 1 വർഷത്തെ പോപ്പുലർ വാറണ്ടി നൽകുന്നു. ഏത് കമ്പനിയുടെ ആയാലും. സാധാരണ അങ്ങനെ കൊടുക്കുന്നില്ല. അല്ല, നമ്മൾ പോപ്പുലർ വാറണ്ടി കൊടുക്കുകയാണ്. 1 വർഷത്തെ പോപ്പുലർ വാറണ്ടി. ഇത് 2007 മോഡൽ ഓൾട്ടോ LXi സെക്കൻഡ് ഓണറാണ്. 67,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെൽ മെയിൻറ്റൈൻ വണ്ടിയാണ്. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി ടയർ കാര്യങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തതുണ്ട്. ഇന്റീരിയർ ക്വാളിറ്റി ഉണ്ട്. കിലോമീറ്റർ ജെന്യൂൻ ആണ്. ഇന്റീരിയർ ക്വാളിറ്റി ഉണ്ട്. എത്ര ചോദ്യം? ഈ വണ്ടിയുടെ പ്രൈസ് വരുമ്പോൾ 1,10 കൊടുക്കാം. 1,10. ഏത് വർഷമായിരുന്നു? 2007 മോഡലാണ്. 2007. വേറെ അപാകതകൾ കാണുന്നുണ്ട്. പക്ഷെ ഇത്രയും വർഷമായെങ്കിലും കളർ ഫെയ്ഡ് ഒന്നുമില്ല. ആ രീതിയിൽ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ഓൾട്ടോ LXi ആണ്. 2007 മോഡൽ. നിലവിൽ സിംഗിൾ ഓണറാണ്. ഈ വെഹിക്കിൾ വരുമ്പോഴത്തേക്ക് കിലോമീറ്റർ വരുമ്പോൾ ഇത് 1.48 റേഞ്ച് ഓടിയിട്ടുണ്ട്. വണ്ടി വൃത്തിയാണ്. ടയർ ഭാഗങ്ങളെല്ലാം കൊള്ളാം. ഇന്റീരിയലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. ഇന്റീരിയർ കാണാൻ കൊള്ളാം. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. അതെ, നോർമലായിട്ട് കൊള്ളാം. ബോഡിയെല്ലാം ക്വാളിറ്റി ഉള്ളതാണ്. നമുക്കിതിൻ്റെ പ്രൈസ് നമുക്ക് ലാസ്റ്റ് 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. ഓക്കെ. ടയേഴ്സ് ആവറേജ് ടയേഴ്സ് ഇടാറുണ്ട്. വേറെ അപാകതകളൊന്നുമില്ല. ഇല്ല. വണ്ടി ബോഡി കണ്ടിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വലിയ സ്ക്രാച്ച് ആ രീതിയിലൊന്നും കാണുന്നില്ല. ഇത് 2010 ഓൾട്ടോ LXi ആണ്. 30 വരെ പേപ്പർ ഭാഗങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഇത് കിലോമീറ്റർ 15 ഓടി. ബോഡി വൃത്തിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് ടയർ ഭാഗങ്ങളെല്ലാം ക്വാളിറ്റി ഉള്ളതാണ്. ഇന്റീരിയർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് 1,10 കൊടുക്കാം. 1,10. ഈ വിലയിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് നെഗോഷ്യബിൾ ആണ്. നമ്മുടെ സ്കീം പ്രമാണിച്ച ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാൻ കഴിയും. ഓക്കെ. ഈ മേള പ്രമാണിച്ചുള്ള ഡിസ്കൗണ്ട്. ടെസ്റ്റ് സമയത്ത് റീപെയിന്റ് അടിച്ചിട്ടുണ്ട്. പക്ഷെ വണ്ടി ക്ലീൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എത്ര നാൾ കൂടി ഉണ്ട്? 30 വരെ പേപ്പർ ഉണ്ട്. 2010 മോഡലാണ്. 10 മോഡൽ വണ്ടി കൊള്ളാല്ലേ? ഇത് കേട്ടൺ LXi 2014 മോഡൽ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. കിലോമീറ്റർ വരുമ്പോൾ 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ബോഡിയെല്ലാം നല്ല വൃത്തിയാണ്. ടയറെല്ലാം ഒരു 80% ടയർ ഭാഗങ്ങളെല്ലാം ഉണ്ട്.
ഇൻറ്റീരിയർ ക്വാളിറ്റിയോടെ സീറ്റ് കവർ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഒരു സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് നമുക്ക് 2 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 2 ഏത് വർഷമായിരുന്നു? 2014 മോഡൽ. 14 ആ, വണ്ടി വേറെ അപാകതമൊന്നുമില്ല, ബോഡിയിൽ വേറെ അപാകതം കാര്യങ്ങളൊന്നുമില്ല. 14. ഓക്കെ, വണ്ടി വലിയ തരക്കേടില്ല കണ്ടിട്ട്. അതെ അതെ അതെ, ബോഡി നല്ല ഷേപ്പുള്ള വണ്ടിയാണ്. ഏകദേശം എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? ഫിനാൻസ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് 3 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്യാം ഇതിനകത്ത്. 90% വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. വണ്ടി വിലയുടെ 90% ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 3 വർഷത്തേക്ക് ചെയ്യാനും കഴിയും. 2020 മോഡൽ എക്സ്പ്രസോ VXi ആണ്. 23,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്ന വെഹിക്കിള്. നിലവിൽ ഇത് സെക്കൻഡ് ഓണർഷിപ്പാണ്. ഇൻറ്റീരിയർ ക്വാളിറ്റി എല്ലാം കാര്യങ്ങളെല്ലാം ഉണ്ട്. സ്റ്റീരിയോ, ടച്ച് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ആയിട്ട് ചെയ്തല്ലേ? അതെ അതെ, കമ്പനി സർവീസാണ് വെഹിക്കിള്. സീറ്റ് കവർ ആയിട്ട് വന്നിട്ടില്ല? സീറ്റ് കവർ ചെയ്തിട്ടില്ല, ഫാബ്രിക്കാണ് സീറ്റ് കവർ. വണ്ടിയുടെ ഡോറൊക്കെ നല്ല വൃത്തിയായിട്ട് തുറക്കൊക്കെ ചെയ്യുമ്പോഴേ അതെ അതെ പാഴായി പോയിട്ടില്ല. 22 ഓടിയെങ്കിലും അതെ അതെ 22 ഓടി. നീറ്റായിട്ടിരിപ്പുണ്ട്. അഡീഷണൽ സ്പോയിലർ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രൈസ് വരെ 430 കൊടുക്കാം. 430? അതെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. ടയറെല്ലാം ഇതിന് നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും മാരുതിയുടെ. ഇത് കേട്ടൻ LXi ആണ്. 2015 മോഡൽ. 15? അതെ. പുത്തൻ ടയറാണ്? അതെ, പുത്തൻ ടയറാണ്. ഫ്രഷ് ടയർ. 57,000 കിലോമീറ്റർ ഓടിയ വെഹിക്കിളാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നും ഇല്ല. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഇൻബിൽറ്റ് വരുന്ന മോഡലാണ്. VXi മോഡലാണ്. ഓക്കെ. വണ്ടിക്കകമൊക്കെ കാണാൻ ഇന്ത്യയിൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്ക് ടയർ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,50,000 കൊടുക്കാം. ഒരു 50 രൂപ കൊണ്ട് ഇറക്കാം? ഇറക്കാം, തീർച്ചയായിട്ടും ഇറക്കാം. 2015 4 വർഷത്തേക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കൊരു 90% വരെ ഫണ്ടിങ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ 50 വേണ്ട? 50 വേണ്ടി വരില്ല. കിട്ടി 2016 മോഡൽ RXL എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ഇതിന് നമുക്ക് നിലവിൽ 72,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. 72. സെക്കൻഡ് ഓണറാണ്. ടയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ് കിടക്കുന്ന. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇന്റീരിയർ ക്ലീൻ ആണ്. ബേസ് വേരിയൻ്റ് ആണല്ലേ? ബേസ് വേരിയൻ്റ്. AC പവർ സ്റ്റിയറിംഗ് മോഡലാണ്. പവർ വിൻഡോ വരുന്നില്ല. ഓക്കെ. വണ്ടിക്കകമൊക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഈ ടയർ ആവറേജ് ടയറാണെന്നോ? ടയർ എന്നാലും അത്യാവശ്യം ഓടാനുള്ള ടയറുണ്ട് നിലവിൽ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,05,000 രൂപ കൊടുക്കാം. 2,50,000? രണ്ടെന്നങ്ങ് പറ. 2 ലക്ഷം രൂപ കൊടുക്കാം. അത്രേ ഉള്ളൂ. ഇത് ഇയോൺ 2013 മോഡലാണ്. ഡിലീറ്റ് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ് നിലവിൽ വരുന്നത്. പവർ വിൻഡോ വരത്തില്ല. ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം. ഇന്റീരിയർ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഡ്രൈവിംഗ് സീറ്റ് ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. ഫാബ്രിക് ചെറുതായിട്ടൊന്ന് കയറിയിട്ടുണ്ട്. നിലവിൽ 62,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അത്രേ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി നിലവിൽ. ചോദ്യം എത്രയാണ്? നമുക്ക് 1,65 ഫൈനൽ കൊടുക്കാം. 1,65? അതെ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അതിനകത്ത്. ഇല്ല. ബലാനോ 2018 മോഡലാണ്. ആൽഫ വേരിയൻ്റ് ആണ്. CVT ആണ്, ഓട്ടോമാറ്റിക് ആണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 27,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. വണ്ടി ക്വാളിറ്റി ഉണ്ട്. ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ് ബലാനയുടെ. ഓക്കെ. എന്താ ചോദ്യം? നമുക്ക് 6,20,000 രൂപയ്ക്ക് കൊടുക്കാം. എത്ര രൂപ നമുക്ക് ഇത് ഇറക്കാൻ പറ്റും? നമ്മുടെ വണ്ടി വിലയുടെ 90% വരെ ഫണ്ടിങ് ചെയ്യാൻ പറ്റും. ഈ 100% ചെയ്യുക എന്നുള്ള കലാപരിപാടി ഉണ്ടോ? ഇല്ല, അതില്ല. അതില്ല. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. വണ്ടിയുടെ ബോഡി കണ്ടിട്ടും അങ്ങനെ തോന്നുന്നില്ല, വൃത്തിയായിട്ട് തന്നെ നമുക്ക് പോപ്പുലർ വാറണ്ടി കൊടുക്കാം. ഉണ്ട്. 1 വർഷത്തെ വാറണ്ടി കൊടുക്കാം. 1 വർഷം വാറണ്ടി ഉണ്ട്. ഇതിൽ 3 സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. സർവീസ് വരത്തില്ല, അത് മാരുതിയുടെ വരുന്നത്. ഇത് പോപ്പുലറിൻ്റെ വാറണ്ടിയാണ്. 3 സർവീസ് വരത്തില്ല. ഇത് മാത്രം കൊടുക്കാം, വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി കൊടുക്കാം. ബലാന ഡെൽറ്റ 2019 മോഡൽ സിംഗിൾ ഓണർഷിപ്പാണ്. 51,000 കിലോമീറ്ററാണ് വെഹിക്കിൾ ഓടിയിരിക്കുന്നത്. മറ്റ് റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ല. ടയർ ഭാഗങ്ങളെല്ലാം കൊള്ളാം. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഈ ടോപ്പാണോ? ടോപ്പല്ല, ഡെൽറ്റ വേരിയൻ്റ്. ഡെൽറ്റ.
ഓക്കെ. സെക്കൻഡ് മോഡലാണിത്. സീറ്റ് കവർ ഒന്നുമില്ല, നോർമലാണ്. ഫാബ്രിക് ആണ്. സീറ്റ് കവർ ചെയ്തിട്ടില്ല. അപാകതകൾ എന്തെങ്കിലും പറയാൻ? അപാകതമായിട്ട് പറയാനൊന്നുമില്ല. ഇല്ല. ഇതിന് നമുക്ക് 6 മാസം മാരുതിയുടെ വാറണ്ടി കൊടുക്കാം. 6 മാസം? 3 ഫ്രീ സർവീസും കൊടുക്കാം. 2010. ഇത് 2015 മോഡൽ സെലീരിയോ ZXi മാനുവലാണ്. നിലവിൽ 82,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ്. ടയർ ഭാഗങ്ങളെല്ലാം കൊള്ളാം. ഇൻറ്റീരിയർ ക്വാളിറ്റി ഉണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് ZXi ആകുമ്പോൾ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരും. ABS എയർ ബാഗ് വരുന്ന മോഡലാണ്. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. പിന്നെ റിയർ വൈപ്പർ അഡീഷണൽ ഫീച്ചർ വരുന്നത്. ടയർ ഭാഗങ്ങൾ കൊള്ളാം. എത്ര ചോദ്യം? ഇത് നമുക്ക് 330 കൊടുക്കാം. 330? അതെ. അത്യാവശ്യം നല്ലൊരു വണ്ടിയില്ലേ? അതെ. വലിയ സ്ക്രാച്ചും ഇല്ല, കാര്യങ്ങളൊന്നുമില്ല. കൊള്ളാം. അതെ. സ്ക്രാച്ച് എന്ന് പറയാൻ ആകെ ഈ കാണുന്ന ബമ്പറിലുള്ള ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. എക്സ്പ്രസോ VXi 2019 മോഡൽ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. 41,000 കിലോമീറ്റർ ഓടിയത്. 41? അതെ. ഇൻറ്റീരിയൽ ക്വാളിറ്റിയൊക്കെ ഉണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നത്. പിന്നെ ABS എയർ ബാഗ് വരുന്ന മോഡലാണ്. സിംഗിൾ എയർ ബാഗാണ് വരുന്നത്. പുത്തൻ പോലെ ഇരിപ്പുണ്ട്. അതെ. ടയർ ഭാഗങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ട്. ഫസ്റ്റ് ടയർ ആണ് അല്ലേ? ഫസ്റ്റ് ടയർ തന്നെ പറയാം. 41 ഫസ്റ്റ് ടയർ തന്നെയാണ്. 41 ഓടിയെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അത്ര ഓടിയ ഒരു ടയറിൻ്റെ ലക്ഷണം തന്നെയാണ്. ഫസ്റ്റ് ആയിരിക്കും. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 3,65,000 ഫൈനൽ കൊടുക്കാം. കൊള്ളാം. നല്ല വൃത്തിയുള്ള വണ്ടി. വണ്ടി വൃത്തിയുണ്ട്. ബോഡിയൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. കളർ ഫേഡൊന്നുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയുണ്ട്. ഇത് 2023 മോഡൽ ഫ്രോൺസ് ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. 2023 മോഡലല്ലേ? എന്ത് ഓടിയിട്ടുണ്ട്? 16,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. അത്രേ ഉള്ളൂ? അതെ, 16,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഡെൽറ്റ പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട് വെഹിക്കിൾ. വെറൈറ്റി സീറ്റ് കവർ. അതെ, തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് വണ്ടി കണ്ടിട്ടില്ല അങ്ങനത്തെ. അതെ. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം. എത്ര ചോദ്യം? ഇത് 885. ഇത് നമുക്ക് മാരുതിയുടെ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് എല്ലാം ലഭിക്കുന്ന ഒരു വെഹിക്കിളാണ്. എല്ലാം ആനുകൂല്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും ഉണ്ട്. ഇതിന് ഫിനാൻസ് ചെയ്യാം. വണ്ടി വിലയുടെ 90% വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. ഇത് പുത്തൻ വണ്ടിയല്ലേ? 100% ഒക്കെ ചെയ്യാൻ പറ്റൂല? നോക്കാം. കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ടേ എങ്ങനെയാണെന്ന് ചെയ്യാം. ഇത് 2017 മോഡൽ സ്വിഫ്റ്റ് LXi ഓപ്ഷനിലാണ്. നിലവിലെ വെഹിക്കിൾ ഓടിയിരിക്കുന്ന കിലോമീറ്റർ 30,000. സിംഗിൾ ഓണർഷിപ്പാണ്. 2017 മോഡലാണ്. കിലോമീറ്റർ ജെന്യൂനാണ്. VXi ഓപ്ഷൻ ABS എയർ ബാഗ് വരുന്ന മോഡലാണ്. 17 വണ്ടി കാണാൻ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടയറും അത്യാവശ്യം കുഴപ്പമില്ല. ടയേഴ്സ് ഫ്രണ്ടിൽ 2 ടയർ പുതിയ ടയറാണ്. പുതിയ ഇട്ടാ? പുതിയ 2 ചേഞ്ച് ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ വെച്ചിട്ടേ. ഓക്കെ. വേറെ പറയത്തക്ക ഡാമേജ് കാര്യങ്ങൾ റീപ്ലേസ് ഒന്നുമില്ല. നമുക്കിതിൻ്റെ പ്രൈസ് വരുമ്പോഴേക്കും ഒരു 430 കൊടുക്കാം. ഇത് പെട്രോൾ ഡീസലാണ്? പെട്രോൾ മോഡലാണ്. VXi വേരിയൻറ്റ്. അതെ. ഇത് ബ്രസ ZDi ആണ്. 2019 മോഡൽ. നിലവിൽ സിംഗിൾ ഓണർഷിപ്പാണ്. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1,02,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്ന വണ്ടി. 1,00,000 കിലോമീറ്റർ കഴിഞ്ഞ്? കറക്റ്റ്. 1,02,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി എന്നാലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിപ്പുണ്ട്. ഇന്ത്യയിലെ കൂടി സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എത്ര ചോദ്യം? എത്ര? നമുക്ക് 7 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 7 ലക്ഷം രൂപയ്ക്ക്. റൗണ്ട് ഫിഗർ ആണല്ലേ? അതെ. 7 ലക്ഷം. ടയറിൻ്റെ ഒരു കണ്ടീഷൻ? പ്രൊജക്ട് ഹെഡ്ലൈറ്റ് വരുന്ന മോഡൽ ZDi അല്ലേ? അതെ. ടയറിൻ്റെ കണ്ടീഷൻ? ടയർ കണ്ടീഷൻ കൊള്ളാം. ഇത് 2020 മോഡൽ ഡിസയർ ZXi പ്ലസ് ടോപ്പ് ആൻഡ് വേരിയൻറ്റ്. ഓണർഷിപ്പ് സിംഗിളാണ്. 32,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. 32? ടയർ തന്നെ അല്ലേ? അതെ, ഫസ്റ്റ് ടയർ. AMD ആണ്. AMD വെഹിക്കിളാണ്. AMD ആകുമ്പോൾ ഇത് മൈലേജ് എങ്ങനെയായിരിക്കും? മൈലേജ് എന്തായാലും ഒരു 17 റേഞ്ച് കിട്ടും. നല്ല കൺസംഷൻ ഉള്ളതാണ് AMD ആയതുകൊണ്ട്. AC വെൻ്റൊക്കെ വരുന്നത്? അതെ. ടോപ്പാണ്. ടോപ്പ് ആൻഡ് വേരിയൻറ്റ്. ഓക്കെ. എത്ര ചോദ്യം? ഇത് നമുക്ക് 680 ഫൈനൽ ചെയ്യാൻ പറ്റും. 680? റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല.
ടയർ കണ്ടീഷൻ ഇതിനും നമുക്ക് 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റും മാരുതിയുടെ. കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതെ. ഈ വണ്ടിക്കൊക്കെ ആദ്യം പറഞ്ഞ ആ പെട്രോളിന്റെ പരിപാടി ഉണ്ടോ? നമ്മൾ സ്പെഷ്യലായിട്ട് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന കേസുകളാണ് അതൊക്കെ. അതെ അതെ. ഇത് 2022 മോഡൽ ഇഗ്നിസ് സീറ്റ വേരിയന്റ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. 30,000 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്ന വെഹിക്കിൾ. ഫസ്റ്റ് ടയറാണ്. ഈ ആൻഡ്രോയിഡൊക്കെ ഇത് വെച്ചതാണോ അതോ ഇത് ഓൾറെഡി വരുന്നതാണ്? അതെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ ഉള്ള? അതെ അതെ അതെ. സീറ്റ് കവർ ചെയ്തിട്ടില്ല. ടയേഴ്സ് ഓടിയ ടയർ തന്നെ. അതെ, ഫസ്റ്റ് ടയറാണ്. 30,000 ഓടിയ ആ ടയർ തന്നെ നടക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 6,15 ഫൈനൽ ചെയ്യാം. ഇത് നമുക്ക് മാരുതിയുടെ വാറണ്ടി ഫ്രീ സർവീസ് കാര്യങ്ങൾ കൊടുക്കാം. പെട്രോളിൻ്റെ ഓഫർ നമുക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ചെയ്യാൻ പറ്റും. ഓക്കെ. പെട്രോൾ ഒരു 10 ലിറ്റർ പെട്രോളോട് കിട്ടാൻ അർഹതയുള്ള ഒരു വണ്ടിയാണ്. നമുക്ക് അടുത്തൊരു വീണ്ടും ഒരു ഇഗ്നിസും കൂടി. ഇത് 2018 മോഡലാണ്. ഇഗ്നിസ് സിഗ്മ മോഡൽ, ബേസ് മോഡലാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പാണ്. ടയർ ഭാഗങ്ങളെല്ലാം കൊള്ളാം. പുതിയ ടയറാണ്. അതെ. പക്ഷേ അത്യാവശ്യം വൃത്തിയായിട്ട് ഉണ്ട് കേട്ടോ വണ്ടി. ഒരു ടച്ച് സ്റ്റീരിയോ ഒക്കെ വെച്ചിട്ടുണ്ട്. സീറ്റ് കവർ ചെറിയ ഡാമേജ് കാര്യങ്ങളും ഉണ്ട്. ബാക്ക് സൈഡ് വശങ്ങളൊന്നുമില്ല, നല്ല നീറ്റായിട്ട് പോകുന്നുണ്ട്. ടയർ കൊള്ളാം. എത്ര ചോദ്യം? ഇത് 4,15. 4,15. റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല ബോഡിയാണ്. ഇത് 2014 മോഡൽ ഡിസയർ VXi ആണ്. നിലവിൽ ഇത് ഓണർഷിപ്പ് സിംഗിൾ ആണ്. കിലോമീറ്റർ വന്നിട്ട് 72 ഓടിയിട്ടുണ്ട്. ടയർ മോശമാണ്. ഫ്രണ്ട് മോശമാണ്. ബാക്ക് ടയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയർ കിടപ്പുണ്ട്. ബാക്ക് ടയർ വലിയ കുഴപ്പമില്ല. ഫ്രണ്ട് മോശമാണ്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ആണിത്. സിംഗിൾ. അതെ. ഇന്ത്യൻ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനൊരു നെഗറ്റീവ് ടയറിൻ്റെ ആ ഒരു നെഗറ്റീവ് മാത്രമേ വരുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഇത് നമുക്ക് ഫൈനലായിട്ട് നമ്മുടെ പ്രൈസ് ഫൈനൽ നമുക്കൊരു 390 ചെയ്യാൻ പറ്റും. 390. അതെ. എത്ര നമുക്ക് ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് 90% ഫണ്ടിങ് ചെയ്യാൻ പറ്റും. 2014 ആയതുകൊണ്ട് നമുക്കൊരു 3 വർഷം വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. 3 വർഷം. അതെ. ഇത് 2015 മോഡൽ വാഗണർ LXi. നിലവിൽ സെക്കൻഡ് ഓണറാണ്. 97,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ടയറും ഭേദപ്പെട്ട ടയർ. ഫ്രണ്ട് നല്ല പുത്തൻ ടയർ, 2 ടയർ കിടപ്പുണ്ട്. ബാക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയറാണ് ഉള്ളത്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. LXi ആണെങ്കിൽ അഡീഷണൽ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. വണ്ടി കാണാനൊക്കെ അത്യാവശ്യമൊന്നുമില്ല. കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് നമുക്ക് 2,80,000 രൂപ കൊടുക്കാം. 2,80,000. ഇതൊക്കെ അത് ചെയ്ത് കൊടുക്കാം. അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം. ചെറിയ സ്ക്രാച്ചും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. എത്ര ചോദ്യം? 280. പറയത്തക്ക റീപ്ലേസോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഇല്ല. ഇത് വാഗണർ VXi 2013 മോഡൽ. 60,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നതാണ്. നിലവിൽ സെക്കൻഡ് ഓണറാണ്. കിലോമീറ്റർ ജെനുവനാണ്. VXi മോഡൽ. ഇന്ത്യയിൽ ഒന്ന് ഇത് ചെയ്യാനുണ്ട്. വണ്ടി വന്ന കണ്ടീഷനിലാണ് കിടക്കുന്നത്. അപ്പം ഇന്ത്യയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. വണ്ടി ഇപ്പം വന്നിട്ടേ ഉള്ളൂ. അത് ചെറിയ സർവീസിൻ്റെ. അതെ, സർവീസ് ചെയ്യാനുണ്ട്. ഫ്രണ്ട് ടയർ അത്യാവശ്യം കുഴപ്പമില്ല. ബാക്ക് ആവറേജ് ടയറാണ്. ഓക്കെ. ചോദ്യം നമുക്ക് 2,80 ഫൈനൽ കൊടുക്കാൻ പറ്റും. 2,80. ഏത് വർഷം? 2013. ഇത് വാഗണർ VXi 2018 മോഡൽ. സിംഗിൾ ഓണർഷിപ്പാണ് നിലവിൽ. സ്ക്രാച്ച് ഉണ്ടല്ലേ? ബോഡി ബമ്പറിൽ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. പിന്നെ വണ്ടി ഓടിയിരിക്കുന്നത് 60,000 കിലോമീറ്റർ ആണ്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് സ്റ്റീരിയോ എല്ലാം വരുന്ന മോഡലാണ്. 4 ഡോർ പവറിൻ്റെ വരും. ഇന്റേണൽ അഡ്ജസ്റ്റബിൾ മിറർ കാര്യങ്ങളെല്ലാം വരും. ഡിഫോഗർ, റിയർ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര ചോദ്യം? ഇത് നമുക്ക് വരുമ്പോഴത്തേക്ക് 3,90,000 രൂപ കൊടുക്കാം. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ഇല്ല. പക്ഷേ ഈ വണ്ടിയിൽ ബാക്കി വണ്ടികളെ കണ്ടതിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സ്ക്രാച്ചുകൾ, ബമ്പറിൽ ചെറിയ സ്ക്രാച്ചസ് ഉള്ളൂ. നമുക്ക് റെക്ടിഫൈ ചെയ്ത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. അതെല്ലാം വർക്ക് ചെയ്യും. അത് ക്ലിയർ ആയി കൊടുക്കാം. ഇത് വാഗണർ ZXi മോഡലാണ്. 2023 മോഡൽ. 1.2 ലിറ്റർ എഞ്ചിന് വരുന്ന മോഡൽ. ടോപ്പിൻ്റെ തൊട്ട് താഴെ ZXi എന്ന് പറയുന്ന മോഡൽ. നിലവിൽ കിലോമീറ്റർ ഓടിയിരിക്കുന്നത് 27 ഓടിയിരിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് മാരുതിയുടെ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് കാര്യങ്ങളെല്ലാം കൊടുക്കാൻ കഴിയും. ഈ പറഞ്ഞ നമ്മളെ പെട്രോളിൻ്റെ പരിപാടി ചെയ്ത് കൊടുക്കാൻ കഴിയും. അതെ.
ഈ വണ്ടി പുത്തം പോലെ തന്നെ ഗിയറിന്റെ അത് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കാന്നുള്ളൂ. അതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാന്നുള്ളതേ ഉള്ളൂ. വേറെ നിലവിൽ വണ്ടി വന്ന കണ്ടീഷൻ കിടക്കുകയാണ്. ഓക്കെ, എത്ര ചോദ്യം? നമുക്കിത് 6-10 ഫൈനൽ കൊടുക്കാൻ പറ്റും. 6-10 ഏകദേശം എങ്ങനെയാണ് ഫിനാൻസ് ചെയ്യാൻ പറ്റും. 90% ഫിനാൻസ് ചെയ്യാം. ഇത് പൊട്ടിയിരിപ്പുണ്ട്, അത് റീപ്ലേസ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഇത് വണ്ടി നിലവിൽ വന്ന കണ്ടീഷൻ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അതെ. ഈ എക്സ്ചേഞ്ച് എന്ന് പറയുമ്പം നിങ്ങളിപ്പോൾ ബൈക്ക് തൊട്ട് എക്സ്ചേഞ്ച് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം എങ്ങനെയാണ് ബൈക്ക് ഇപ്പം നിങ്ങൾ ഒരു പ്രൈസ് എങ്ങനെയായിരിക്കും ഇടുന്നത്? ഒരു ബൈക്കൊക്കെ കൊണ്ടുവന്ന ആ ബൈക്കിന് എന്തായിരിക്കും പ്രൈസ് കൊടുക്കുക? അല്ല, ബൈക്കിന് പ്രൈസ് ബൈക്കിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ നമുക്കത് മോഡൽ കാര്യങ്ങളെല്ലാം നോക്കി, നമ്മളിപ്പോൾ കാർ ഞങ്ങൾ എക്സ്ചേഞ്ച് എടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും ബൈക്കും കാര്യങ്ങളെല്ലാം നോക്കി, പേപ്പർ ഭാഗങ്ങളെല്ലാം നോക്കിയിട്ട് അതിന് മാർക്കറ്റിൽ കിട്ടാവുന്ന നല്ലൊരു വില നമ്മൾ ചെയ്ത് കൊടുത്ത് നമ്മുടെ 4 വീലറായിട്ട് എക്സ്ചേഞ്ച് ഉപയോഗിക്കും 2 വീലറുകൾ. ഓക്കെ, ഈ 200-ൽ പരം വണ്ടികൾ ഇട്ടാണല്ലോ ഈ മേള. അതെ അതെ, തീർച്ചയായിട്ടും. നമുക്കിപ്പോൾ ഈ വണ്ടി മൊത്തം നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഈ ഷോപ്പിൽ തന്നെ അല്ലേ കിടക്കുന്നത്? ഇപ്പോൾ നിലവിൽ ഈ വരുന്ന തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ, അതായത് 23, 24, 25 തീയതികളിൽ നമ്മുടെ തൈക്കാട് ഷോറൂമിൽ വെച്ച് മേള നടക്കുന്നുണ്ട്. അത് സ്റ്റോക്ക് ക്ലിയറൻസ് മേളയാണ്. പിന്നെ ഇവിടെ നിലവിൽ കൊള്ളാത്ത വെഹിക്കിൾ നമ്മുടെ അടുത്ത ഷോറൂം മണ്ണന്തലയുണ്ട്, അവിടെയും ഡിസ്പ്ലേയിലുണ്ടാവും വണ്ടി വെഹിക്കിളുകൾ. അവിടെയുണ്ട്? അതെ അതെ, മണ്ണന്തല ഷോറൂമിലുണ്ട്. ഇവിടെ വന്ന് കണ്ടിട്ട് തൃപ്തിയായാൽ അവിടെ പോയി നോക്കാം. ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ നിലവിൽ കൊള്ളാവുന്ന വെഹിക്കിളിൻ്റെ എണ്ണം ഉണ്ടല്ലോ, പരിധി ഉണ്ടല്ലോ ഈ ഏരിയയിൽ കൊള്ളുന്നത്. അതെ അതെ, അത് കഴിഞ്ഞിട്ടുള്ള വെഹിക്കിൾ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ വെച്ചുകൊണ്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങൾ കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. മേളയുടെ വീഡിയോ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ തന്നെ ഞാൻ ഒരു 10, 22, 23 വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അത് സംഭവം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കിടക്കുന്ന വണ്ടികളുടെ ഒരു നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടി അങ്ങനെ ഞാൻ കാണിച്ചു ഇത്തവണ. കാരണം സാധാരണ മേള എന്ന് പറയുമ്പോൾ മേള കാണിച്ച് അങ്ങ് ഇവിടെയല്ലേ ഞാൻ ചെയ്യുന്നത്. ഇത്തവണ ഞാൻ വണ്ടികളുടെ ഒരു ക്വാളിറ്റി അതുകൂടി മനസ്സിലാവട്ടെ എന്നുള്ള രീതിയിൽ ആ രീതിയിലുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. 200 വണ്ടി എടുത്ത് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഓൺലൈനിൽ വെച്ചൊരു 25 വണ്ടി ആ രീതിക്കാണ് ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പം ഇപ്പോൾ കിടക്കുന്ന വണ്ടികളുടെയൊക്കെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ബാക്കി കിടക്കാൻ പോകുന്ന വണ്ടികൾ എങ്ങനെയുള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ ഗസ് ചെയ്യാൻ പറ്റും. അതിനും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് വിചാരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെല്ലാവരും തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നല്ല നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.